ഈയിടയ്ക്ക് ഇന്ത്യയിൽ നടന്ന ടെക് സമ്മിറ്റിൽ ലോകത്തിലെ പല വമ്പൻ രാജ്യങ്ങളുടെ തലവന്മാരും സിഇഒകളും ഇന്ത്യയിൽ വന്നത് എന്തിനായിരിക്കും? ഞാൻ പറയാൻ പോകുന്നത് ആ ഒരു കാര്യത്തെ കുറിച്ചല്ല, വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിന് പിന്നിൽ ആരും പറയാത്ത എന്തെങ്കിലും രഹസ്യമുണ്ടോ? സത്യത്തിൽ ഈ AI എന്നൊക്കെ പറയുന്നത് എവിടെയാണ് ഇരിക്കുന്നത്? ക്ലൗഡിലാണോ? അല്ല, വലിയ വലിയ കെട്ടിടങ്ങളിലാണ്, ബിഗ് ഡേറ്റാ സെന്റേഴ്സ്. ഇവ പ്രവർത്തിപ്പിക്കാൻ രണ്ട് കാര്യങ്ങൾ വേണം: കുറഞ്ഞ ചിലവിൽ പണിക്കാരും, അതേപോലെ തന്നെ ഈ മെഷീനുകൾ തണുപ്പിക്കാൻ വളരെയധികം വെള്ളം. അമേരിക്കൻ സ്റ്റാൻഡേർഡ് വെച്ച് അമേരിക്ക ഇതുപോലുള്ള വലിയ ഡേറ്റാ സെന്ററുകൾ റൺ ചെയ്യാൻ വലിയ ചെലവാണ്. ഇവിടുത്തെ ബേസിക് വേജ് എന്ന് പറയുന്നത് തന്നെ ഹ്യൂജ് ആണ്. മറുവശത്ത് ചൈനയിൽ ഇതൊക്കെ സ്ഥാപിക്കാൻ പോയാലോ? ചൈന ഒരു ഡെമോക്രാറ്റിക് കൺട്രി അല്ല, അതേപോലെ തന്നെ US ഒക്കെ വളരെ വലിയ ശത്രു. സോ ചൈനയെ ആരും വിശ്വസിക്കുന്നില്ല. അപ്പോഴാണ് എല്ലാവരും ഇന്ത്യയെ ശ്രദ്ധിക്കുന്നത്. ഇന്ത്യയിൽ ചീപ്പ് ലേബേഴ്സ് ഉണ്ട്, വിശ്വസിക്കാവുന്ന ജനാധിപത്യമുണ്ട്. എല്ലാത്തിലും ഉപരി ഇന്ത്യയുടെ 3 വശം കടലാണ്. ഇത് ഉപയോഗിച്ച് ഡേറ്റാ സെന്ററുകൾ വളരെ എളുപ്പത്തിൽ തണുപ്പിക്കാം. 2008 മൈക്രോസോഫ്റ്റ് സമുദ്രത്തിന് അടിയിൽ ഡേറ്റാ സെന്ററുകൾ ഇൻസ്റ്റാൾ ചെയ്ത് ഈ ഒരു സിസ്റ്റം ഓൾറെഡി തെളിയിച്ചതാണ്. ഇതൊന്നും പോരാഞ്ഞിട്ടാണ് റിലയൻസും ആന്ത്രോപ്പിക്കും തമ്മിലുള്ള പുതിയ കരാർ. ആന്ത്രോപ്പിക് ക്ലൗഡ് AI ബാക്ക് ചെയ്യുന്ന വലിയൊരു കമ്പനി. നോട്ട് ജസ്റ്റ് സോഫ്റ്റ്വെയർ, ദേ ആർ ആഫ്റ്റർ ഇൻഫ്രാസ്ട്രക്ചർ. ഇന്ത്യയിൽ AIക്ക് വേണ്ടിയുള്ള വലിയ ഇൻഫ്രാസ്ട്രക്ചർ ആണ് വരാൻ പോകുന്നത്. അതായത് ലോകത്തിന്റെ ഏറ്റവും വലിയ AI ഹബ്ബായി ഇന്ത്യ മാറാൻ പോകുന്നു എന്നർത്ഥം. ഇനി ഇന്ത്യയുടെ ഭാവി AI ഡേറ്റാ സെന്ററുകളാണോ? ഇനി AIയുടെ ഭാവി ഇന്ത്യയിലാണോ?